3 സിബ്ലോ കവറിലാക്കിയിട്ട് അങ്ങ് വെച്ചാൽ മതി കേട്ടോ. പിന്നെ നമ്മൾ ഉണ്ടാക്കാൻ നേരം ലായില്ല 4-5 ലിറ്ററായി. ഇതെന്താ ജീവി, ഇതെന്താ ജീവി? ദേവുന് ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ നമ്മുടെ ഡൈനോസറിനെ കണ്ടോ? നമ്മൾ ഏത് റെന്റൽ അപ്പാർട്ട്മെന്റ് ആണെങ്കിലും അല്ലെങ്കിലും എല്ലായിടത്തും ഷോ ഉണ്ട്, ഓരോ മണിക്കൂർ ഇടവിട്ടും. ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇവിടെ ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. ഇതൊരു വീക്കെൻഡ് എടുത്ത ഡേ ഇൻ മൈ ലൈഫ് ആണ്. അതായത് ശനിയാഴ്ചത്തെയും ഞായറാഴ്ചത്തെയും കൂടെ മിക്സ് ചെയ്തിട്ടാണ്. അപ്പം രാവിലെ തന്നെ ഹസ്ബൻഡ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആള് പാല് വാങ്ങിക്കാൻ പോയതാണ്. അപ്പം നമ്മുടെ ചെമ്പല്ലി ഉണ്ടല്ലോ, അതേ ഒരു സൈസുള്ള, അതായത് ചെമ്പല്ലി എന്ന് പറയാൻ പറ്റത്തില്ല, എന്നാൽ അതിന് സാമ്യമുള്ള ഒരു മീൻ അവിടെ കണ്ടു. അപ്പോൾ ഭയങ്കര ഹാപ്പിയായി അത് വാങ്ങിക്കൊണ്ട് വന്നേ കേട്ടോ. അപ്പോൾ കയ്യോടെ അത് കട്ട് ചെയ്തിട്ട് ആള് ക്രിക്കറ്റ് കളിച്ചിട്ട് വന്നിട്ട് ആ ഒരു ഇതിലും ഇരിക്കുക. അപ്പം അത് കഴിഞ്ഞിട്ട് കുളിക്കാന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്തോണ്ടിരിക്കുക കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് ദേഹു വന്ന് തൊട്ടൊക്കെ നോക്കുന്നുണ്ട്. ഈ പൂച്ചക്കുട്ടികൾ ഇങ്ങനെ മീനിൻ്റെ ചുറ്റും നടക്കുന്ന പോലെ ദേഹു അതിൻ്റെ ചുറ്റും ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. ഈ മീനിൻ്റെ ഒരു നടുക്കൊരു ഭയങ്കര വലിയ മുള്ളായതുകൊണ്ട് ഭയങ്കര പാടാണ് ഇത് മുറിക്കാൻ. ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള കത്തി നമ്മുടെ കയ്യിലില്ലായിരുന്നു, അതുകൊണ്ട് ചുറ്റിയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്താണ് ഇത് കട്ട് ചെയ്ത് മാറ്റുന്നത്. നല്ല പാടായിരുന്നു, കുറേ സമയം എടുത്തിട്ട് ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. ഇത് കട്ട് ചെയ്തിട്ട് നമ്മൾ വാഷ് ചെയ്യൊന്നും വേണ്ട കേട്ടോ. ഇതങ്ങനെ തന്നെ അങ്ങ് വെച്ചാൽ മതി നമ്മൾ ഫ്രിഡ്ജിൽ. ഇപ്പം നമ്മൾ 3 ദിവസത്തേക്ക് വേണ്ടിയിട്ടാണ് ഈ മീനെങ്കിൽ 3 സിബ്ലോ കവറിലാക്കിയിട്ട് അങ്ങ് വെച്ചാൽ മതി കേട്ടോ. പിന്നെ നമ്മൾ ഉണ്ടാക്കാൻ നേരത്ത് മാത്രം നല്ലോണം കഴുകിയാൽ മതി. അപ്പം നമ്മളിവിടെ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഉച്ചയ്ക്കാണെങ്കിൽ നമ്മൾ പനീർ ബട്ടർ മസാലയും ഗീ റൈസുമാണ് വെക്കുന്നത്. ഞാനിപ്പം ഇത് വെക്കുന്നത് ഇന്നത്തേക്ക് മാത്രമല്ല നാളത്തേക്കൂടെ ചേർത്താണ്. എനിക്ക് 2 ദിവസവും കുക്ക് ചെയ്യാൻ ഭയങ്കര പാടാണ്. കാരണം ഈ രാവിലെ തിങ്കളാഴ്ച തൊട്ട് വെള്ളിയാഴ്ച വരെ അല്ല ശനിയാഴ്ച വരെ കുക്ക് ചെയ്ത് ഒരു ദിവസമെങ്കിലും റെസ്റ്റ് വേണ്ടേ. അതുകൊണ്ട് ഞാൻ ശനിയാഴ്ച അത് കുക്ക് ചെയ്തങ്ങ് വെക്കും കേട്ടോ. അപ്പം നമുക്ക് ഞായറാഴ്ച അത് എടുക്കാമല്ലോ. അതുകൊണ്ട് ഭയങ്കര എളുപ്പമുള്ള റെസിപ്പിയാണ്, ഭയങ്കര ഈസിയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ദേവ് ഓരോ വേലത്തരങ്ങളും കൊണ്ട് വരുന്നുണ്ട്. അപ്പം അത് ഞാൻ അത് പാരലലി ചെയ്ത് തുടങ്ങി കേട്ടോ. അത് കാരണം ഇപ്പം തന്നെ ഒത്തിരി ലേറ്റായി, ഞാൻ എണ്ണീക്കാനും ലേറ്റ് ആയത് കാരണം. അപ്പം അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണേ. എവിടെ പോവാ? അപ്പോൾ ഊണൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോകുന്നത് കോസ്കോയിലോട്ടാണ്. ഇവിടെ നമ്മൾ ഈ ടൂർ പോകുന്ന പോലെ കോസ്കോയിലൊക്കെ പോകുന്നത്. കാരണം തിങ്കൾ തൊട്ട് വെള്ളി വരെ നമ്മൾ വീട്ടിലിരിക്കുകയാണല്ലോ. അപ്പോൾ വെളിയിലോട്ടൊക്കെ പോകുന്നത് ഇതുപോലെ ശനിയും ഞായറും ഒക്കെ ആയിരിക്കും. അപ്പം കോസ്കോയിലൊക്കെ പോകുമ്പോൾ നമ്മൾ എല്ലാവരും കൂടെ ആയിരിക്കും പോകുന്നത്. അപ്പം നമുക്ക് എല്ലായിടത്തും വെളിയിലൊക്കെ പോയി ആൾക്കാരെയൊക്കെ കാണാമല്ലോ. അതുകൊണ്ട് എന്നും നടക്കാനൊക്കെ പോവെങ്കിൽ അങ്ങനെ അധികം ആൾക്കാരൊന്നും വെളിയിൽ നടക്കാൻ കാണില്ല കേട്ടോ. കൂടുതലും ആൾക്കാരെല്ലാം ജിമ്മിലൊക്കെ ആയിരിക്കും പോകുന്നത്. എവിടെ പോവാ? കോസ്കോയില്. നമ്മളെ പോലെ തന്നെ പർച്ചേസിന് എല്ലാവരും ഇറങ്ങിയോണ്ട് നല്ല തിരക്കായിരുന്നു റോഡിൽ കേട്ടോ. അപ്പം നമ്മൾ സ്റ്റോറിൽ കയറുന്നതിന് മുന്നേ പമ്പിലൊന്ന് കയറി ഒന്ന് പെട്രോൾ അടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ഞാനാണ് ഇന്ന് പെട്രോൾ അടിക്കുന്നത്. ഇവിടെ നമുക്ക് ആരുമില്ല, നമ്മൾ തന്നെ ഇതൊക്കെ ചെയ്യണം. അപ്പം അതുകൂടെ ഒന്ന് കാണാം കേട്ടോ. ടാപ്പ് ചെയ്തേ. ഇനി 1 moment please. Remove the nozzle and set. ഗ്യാസോലിൻ അല്ലേ? ഫുൾ ടാങ്ക് ആവുമ്പോ തന്നെ നിർത്തും അല്ലേ? ഇല്ല 4-5 ലിറ്ററായി. നിർത്തട്ടെ? അപ്പം ഇത് ലോക്ക് ഇതായി അല്ലേ? എന്നിട്ട്
അങ്ങനെ പെട്രോളൊക്കെ അടിച്ചു കഴിഞ്ഞപ്പോഴേ നമ്മൾ എക്സാം പാസ്സായില്ലേ, ആ ഒരു ഫീലായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ പാർക്കിങ് വന്നപ്പം എല്ലാം ഫില്ലായി. അപ്പോൾ അവസാനം ചെയ്യേണ്ട അവരെ നോക്കി നമ്മൾ നിൽക്കുകയാണ്. അവരുടെ സാധനങ്ങൾ എടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ പാർക്ക് ചെയ്യാൻ പറ്റൂ. അങ്ങനെ കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ പോയി, നമ്മൾ അവിടെ പാർക്ക് ചെയ്തു കേട്ടോ. ഞങ്ങൾ പോയി. മൂന്നാണോ അത്? അയ്യോ. മെട്രോ കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഹോൾസെയിൽ റേറ്റിൽ കോസ്കോയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കാം കേട്ടോ. മെയിനായിട്ട് ഞങ്ങൾ വരുന്നതും ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിക്കാനാണ്. അല്ലെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലും എന്താ പറയുക ഫർണിച്ചർ ഐറ്റമോ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ഐറ്റമോ ഒക്കെ ആണെങ്കിൽ ഇവിടെ കുറച്ച് നമുക്ക് റേറ്റിൽ നല്ല ഡിസ്കൗണ്ടിൽ കിട്ടും കേട്ടോ. ഈ പൂവൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒറിജിനൽ പോലെ ഇരിക്കില്ലേ, പക്ഷെ അതെല്ലാം നല്ല പ്ലാസ്റ്റിക് ആയിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു. അതിൻ്റെ പിങ്കും വൈറ്റ് ഷെയ്ഡും ഉണ്ടായിരുന്നു. അത് ഏതാണ്ട് $39 ആയിരുന്നു. നല്ല രസമുണ്ട്. ഒലിവ് ട്രീ ആണ്, ഒലിവ് ട്രീ. ഇതിന് എത്ര ആണെന്ന് അറിയത്തില്ല. ഇതിന് എത്ര? 349 ഉണ്ടോ? 349. ഇത് നല്ലതാണ്. അടുത്തത് നമ്മുടെ ഗോൾഡിന്റെ സെക്ഷനിൽ വന്നു. അതില് എനിക്ക് ഒരു ഇയറിങ് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് എന്നിട്ട് വെട്ടം അടിക്കുന്നുണ്ട്. ഇത് പക്ഷേ ഡയമണ്ട് $500. കൊള്ളാവേ. അങ്ങനെ കുറേ സെലക്ഷൻ വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ ആരോ എടുത്ത് എറിയുന്ന ആ ഗെയിം ഉണ്ടോ? ഇത് എനിക്ക് തോന്നുന്നു 79 ആണെന്ന് തോന്നുന്നു. ഇതാ ഉണ്ടോ ഇത്? ഈ ഗെയിമും ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ വീടുകളിൽ ആർക്കെങ്കിലും വെക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇവിടെ വരാം. അപ്പം നല്ലതായിട്ട് അധികം. പക്ഷെ ഓഫർ എന്ന് പറയുമ്പോഴത്തില്ല. ഇതിന് $179. ഇതേതാ? ദേവുവിന് വാട്ടർ ബോട്ടിൽ വേണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പം ഇത് നല്ലതാണോ? കുറച്ച് ഓഫറിലുണ്ട്. പക്ഷെ ഓഫറാണെന്ന് പറയാൻ പറ്റുമോ? ഇത് 19 അല്ല. ഇത് െല്ലാണോ? െല്ലെങ്കിൽ കുഴപ്പമില്ല. എന്ത് കളറാകണ്ടേ? അത് രണ്ടേ ഉള്ളു അല്ലേ? ഗ്രീൻ അതിലുണ്ട്. ഇത് അപ്പായിക്ക്, ഇത് ദേവുന്. ഓക്കെ ആണോ? ദേവന് ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് കണ്ടിട്ട് ഈ ഒരു ജാർ ഉണ്ട് കാണാന്. ഇത് നല്ല കട്ടിയുണ്ട് കേട്ടോ. നല്ല അടിപൊളി കട്ടിയുണ്ട്. $18. വീട്ടില് പില്ലോ എല്ലാം ഇതായി. അതുകൊണ്ട് നമുക്ക് ഇതെടുത്താലോ? എന്തോ കുഴപ്പമില്ല. ഇത് ഓഫറിലുണ്ട്. ഓഫർ എന്ന് പറയാൻ പറ്റുമോന്ന് അറിയത്തില്ല. $15. അതെ. ക്രിസ്മസ് ഡെക്കോർ എല്ലാം വന്നു കേട്ടോ. നല്ല രസമുണ്ട് കാണാനുണ്ടോ? ഇതെന്തോ ജീവി? ഇതെന്തോ ജീവിയാ? യെറ്റി ഫാമിലി. എനിക്കറിയാൻ പാടില്ല കേട്ടോ. ഇതെന്താ? റീത്ത്, ക്യാൻഡിൽസ്, ഇതെല്ലാം മറ്റേ LED ലൈറ്റ്സ് ഇല്ലേ, അത് സ്ട്രിപ്പായിട്ടും അല്ലാതെ ഒക്കെ കിട്ടും. ഇവിടെ 3 ടൈപ്പ് കിവി ഉണ്ട്. ഗ്രീൻ കിവി, റെഡ് കിവി, ഗോൾഡ് കിവി. ഇതേപോലെ ഇരിക്കും മുറിക്കുമ്പോ. കണ്ടോ? ഇതാണ് ഞാൻ എടുത്തത്. ഇതാവുമ്പോ വെച്ച് മധുരം ഉണ്ടാവുവേ. റെഡ് കിവി പറയുമ്പോ അതിങ്ങനെ മുറിക്കുമ്പോ ഇതേപോലെ അകത്ത് കണ്ടോ റെഡ് കളർ പോലെ ഇരിക്കും. ഇതുണ്ടല്ലേ? ഇതുപോലെ ഇരിക്കും. പിന്നെ നമ്മുടെ സാധാരണ കിവി, ഗ്രീൻ കിവി, അത് ഇച്ചിരി പുളിയായിരിക്കും. അപ്പൊ മോളത് തിന്നത്തില്ല. അതുകൊണ്ടാ ഇത് മറ്റേത് എടുത്തത്, ഗോൾഡ് കിവി. എന്തോ എടുക്കുന്നേ? എന്തോ ഇത്? ബനാന എടുക്കുവാണോ ദേവു? എടുത്തോ. അപ്പാ എടുക്കും നല്ലത് നോക്കി. മോൻ അറിയത്തില്ല. ഭയങ്കര പച്ചയാ. ഇതെട്. ഓർഗാനിക്. ഇതാണോ ഓർഗാനിക്? പക്ഷെ ഇത് എപ്പാ പഴുക്കാനോ? കൊറേ ദിവസം എടുക്കുമായിരിക്കും. ഓർഗാനിക് ഉണ്ടോ? അല്ലാത്ത ഓർഗാനിക് പക്ഷെ പച്ചയാ കിടക്കുന്നത്. അപ്പം മറ്റേത് വാങ്ങിക്കാം. അല്ലെങ്കിൽ അടുത്ത ആഴ്ചത്തേക്ക് ഇതൊന്നും പഴുക്കില്ല. ഇതാർക്കാ ഇത്? ഇഷ്ടമാണോ? കഴിക്കുവോന്ന്? കഴിക്കണേ?
നാള് കൂടിയിട്ടാണ് പപ്പായ ഇവിടെ വന്നേക്കുന്നത്. സാധാരണ വലിയ പപ്പായ വരുന്നത്, ഇന്ന് കണ്ടോ ചെറിയ പപ്പായ വന്നേക്കുന്നത്. ഇത് ജേവുന് കുഞ്ഞു കൊട്ട വാങ്ങി അപ്പ. അതാ ഇത് കണ്ടോ കുഞ്ഞു കൊട്ട. കണ്ടോ പിന്നെ പതിവ് പോലെ നമ്മള് വെള്ളം വാങ്ങിക്കാടെ. അപ്പം അത് ഇവിടെ നിറച്ച്. ഇവിടെ ദേവുന് ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ നമ്മുടെ കരിക്കും വെള്ളമില്ലേ, അത് ഇതുപോലെ ചെറിയ ചെറിയ ടിന്നിൽ ഇങ്ങനെ കിട്ടും. അത് ദേവുന് ഭയങ്കര ഇഷ്ടം. അപ്പം അതൊരെണ്ണം വാങ്ങിക്കുക കേട്ടോ. അത് 2 ടൈപ്പ് ഉണ്ട്. ഒന്നെങ്കിൽ ഈ ഒരു ടൈപ്പ് കിട്ടും, പിന്നെ ഇല്ലെങ്കിൽ ഇതുപോലെ ഇരിക്കും. ഇതിനകത്ത് പിങ്ക് കളറിലായിരിക്കും നമ്മുടെ ആ വെള്ളം. ഇത് നല്ലതാ. ഇതാണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം, പക്ഷെ അവൾക്ക് കൂടുതൽ ഇഷ്ടം അതാ. അപ്പൊ പിന്നെ ഞങ്ങൾ അതാണ് വാങ്ങിക്കുന്നത്. ഇവിടുത്തെ ഞങ്ങള് നേരത്തെ ആണെങ്കിൽ നെയ്യ് വാങ്ങിക്കുമായിരുന്നു, അപ്പം അത് അത്ര ശരിയായില്ല. അപ്പൊ നമ്മൾ വിചാരിച്ചു ഇവിടെ എല്ലാരും ഈ ബട്ടർ വാങ്ങിയിട്ടേ ബട്ടർ വാങ്ങിയിട്ട് എനിക്ക് ഉണ്ടാക്കാറുണ്ട്. അപ്പൊ അത് ചെയ്യാന്ന് വെച്ചു. ഇത്രയും പോരെ, ഇത് പറഞ്ഞാൽ ഇത്ര പകുതി കിട്ടുള്ളൂ. ഒരെണ്ണം വാങ്ങി നോക്കാം, ഉണ്ടാക്കി നോക്കാം. അപ്പം നല്ലതാണെങ്കിൽ നമുക്ക് എടുക്കാം കേട്ടോ. അപ്പൊ ഇത് വാങ്ങിയിട്ട് എല്ലാരും നെയ്യ് ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്ക് ഇതുണ്ടാക്കി നോക്കാം. ഇവിടെ ഒരു സംഭവം കണ്ടേ, നോക്കിക്കോണേ, നല്ല രസമുണ്ട്. ഇത് കണ്ടോ, പീച്ച് പിക്കിൾ ചെയ്തേക്കുക, പീച്ചിൻ ലൈറ്റ് സിറപ്പ്. നല്ല രസമുണ്ട്, അങ്ങനെ കാണാൻ നല്ലൊരു ഭംഗിയുണ്ട്. അതിനെത്ര $10. നല്ല രസമുണ്ട്, നല്ല തിരക്കുണ്ട്. ഇതിന്റെ ഇടയ്ക്ക് ഞങ്ങൾ ഒരു ഷോപ്പിങ്ങിന് വന്നായിരുന്നു, താങ്ക്സ് ഗിവിങ്ങിന് മുന്നേ. അന്ന് ഇതിലും തിരക്കായിരുന്നു, ഇപ്പൊ അത്രയും തിരക്കില്ല. നമ്മളെ ഇവിടെ വന്നപ്പോ നല്ല വെട്ടമായിരുന്നു. ഇപ്പൊ 6:15 ആയിട്ടുള്ളൂ, ഫുള്ള് നല്ല ഇരുട്ടായി. ഇവിടെ ഇപ്പം എത്ര 4-4:30 ആകുമ്പോഴത്തേക്ക് ഇരുട്ടാവും, അതുപോലെ തണുപ്പും. അടുത്തത് നമ്മൾ വന്നത് ടാർജറ്റിലാണ്. ഞാനിവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. ഞങ്ങളൊരു ഗിഫ്റ്റ് വാങ്ങിക്കാൻ വന്നതാണ്. ഇവിടെ കയറുമ്പോൾ തന്നെ അറിയാമല്ലോ, ഫുള്ള് ഒരു ചുമന്ന മയമായിരിക്കും കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങള് കോസ്കോയിൽ ഒരു ജ്യൂസ് കുടിച്ച്, അപ്പൊ അതിൻ്റെ ആ ഗ്ലാസ് കൂടെ ഒന്ന് കളഞ്ഞിട്ട് നമുക്ക് അകത്തോട്ട് കയറാം കേട്ടോ. ദേവനാണ് ഇങ്ങനത്തെ ഷോപ്പിലൊക്കെ കയറിയ ഭയങ്കര സന്തോഷമാണ്. കാരണം ഇവിടെ ഓടി നടന്ന് കളിക്കാൻ സ്ഥലമുണ്ട്. കോസ്കോയിലാണെങ്കിൽ നല്ല തിരക്കായതുകൊണ്ട് അങ്ങനെ ഇറങ്ങി ഓടാനൊന്നും പറ്റത്തില്ലല്ലോ. അപ്പൊ അവള് ഭയങ്കര ഹാപ്പിയാണ്. ആൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങിക്കാനാണ് വന്നത്. നല്ല രസമുണ്ട്, കുറെ ഡൈനോസറൊക്കെ വെച്ചിട്ടുണ്ട്. ഡൈനോസറിനെ കണ്ടോ, ഡൈനോസർ കണ്ടോ? ശരിയാണോ? ഒന്നും ചെയ്തില്ല. ഇവിടെ നോക്ക്, തൊട്ട് നോക്കിക്ക്. അമ്മ തൊട്ട് കാണിക്കണ്ടാ. ഹലോ, നമുക്ക് വിചാരിച്ചോ ഈ ഒരു സെറ്റ് എടുക്കാന്ന് വിചാരിച്ചു. നല്ല രസമുണ്ട്. ഇതെങ്ങനെ സംഭവം? ഇത് എനിക്ക് തോന്നുന്നു സൗണ്ട് കേൾക്കും, പിന്നെ മുന്നോട്ട് പോവാണ്. നല്ല രസമുണ്ട്. ഇത് വാങ്ങിച്ചു കൊടുക്കാന്ന് വെച്ചു. ൊക്കെ ചൂസ് ചെയ്ത് നോക്കുമ്പോൾ അപ്പായും മോളും കൂടെ അവിടെ JCBയിൽ കളിക്കുമായിരുന്നു കേട്ടോ. അതിങ്ങനെ പൊങ്ങുന്നതും ഇതൊക്കെ കാണിക്കുമായിരുന്നു. അപ്പൊ അവൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി, ഓരോന്ന് നിൽക്കുക. അപ്പൊ അവള് അവിടെ പോയിട്ട് ട്രക്കിൽ കളിക്കുക. അതേപോലെ ഇവിടെ ഒരാള് മറ്റേ ഡംപ് ചെയ്യത്തില്ലേ, അതൊക്കെ കളിക്കുമായിരുന്നു. വാങ്ങിക്കാൻ വന്നതാണെങ്കിൽ ഞാൻ നോക്കുന്നത് ഇവിടുത്തെ കിച്ചണിൻ്റെ ഏരിയ കേട്ടോ. ഞാൻ അവിടെ എന്തെങ്കിലും ഐറ്റം ഉണ്ടോ എന്ന് നോക്കാൻ പോയേ. പക്ഷെ എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ തിരിച്ചിങ്ങനെ വരുമായിരുന്നു കേട്ടോ. ഈ ക്രിസ്മസിൻ്റെ കുറേ ഡെക്കോർ ഐറ്റംസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് ഞങ്ങൾ ഗിഫ്റ്റും വാങ്ങിച്ചുകൊണ്ട് അങ്ങ് ഇറങ്ങി കേട്ടോ. ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ട് ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഗ്രില്ല് ചെയ്യുവാണ് ചിക്കന്. അപ്പോൾ ഓൾറെഡി മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ ശനിയാഴ്ചയും ഇതായിരിക്കും ഞങ്ങളുടെ രാത്രിയിലത്തെ റൊട്ടീന്. കുറേ നാളായിട്ട് ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ കഴിഞ്ഞ കുറച്ചിടെയായിട്ടില്ലായിരുന്നു, കാരണം നമ്മൾ മറ്റേ വൃശ്ചിക നോമ്പൊക്കെ ആയതുകൊണ്ട് ചെയ്തില്ല. അപ്പം വീണ്ടും ഇതിങ്ങനെ സ്റ്റാർട്ടായേ. അപ്പം ജസ്റ്റ് ഒന്നുമില്ല, മാഗ്നേറ്റ് ചെയ്തിട്ട് നമ്മളിതെടുത്ത് ഓവനിൽ വെക്കുക കേട്ടോ. ഇവിടെ എല്ലായിടത്തും
എല്ലായിടത്തും ഓവൻ ഉണ്ട്. ഇപ്പം നമ്മൾ ഏത് റെന്റൽ അപ്പാർട്ട്മെന്റ് ആണെങ്കിലും അല്ലെങ്കിലും എല്ലായിടത്തും മെയിനായിട്ട് കമ്പൽസറി ആയിട്ട് ഓവന്, അതുപോലെ സ്റ്റൗവ്, ഫ്രിഡ്ജ് അങ്ങനെ എല്ലാം പ്രൊവൈഡ് ചെയ്യും. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളിവിടെ വന്നു കഴിഞ്ഞിട്ടാണ് ഓവനിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്ത് തുടങ്ങിയത് കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ തൊട്ട് നമ്മളെ സ്ഥിരമായിട്ട് ശനിയാഴ്ച ഇതുപോലെ രാത്രിയിൽ ഇതുപോലെ ചെയ്യാറുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇതാകുമ്പോൾ അധികം എണ്ണയില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് വിശ്വസിച്ച് കഴിക്കുകയും ചെയ്യാം കേട്ടോ. അപ്പം 2 ടൈപ്പ് ഇതുപോലെ സവാളയും കാര്യങ്ങളൊക്കെ 2ആയിട്ടാണ് വെക്കുന്നത്. ഹസ്ബൻഡിന് മസാലയൊക്കെ ഇട്ടൊക്കെ വെക്കണം ഈ സവാള കാര്യങ്ങളൊക്കെ. എനിക്കത് ഇഷ്ടമല്ല. എനിക്ക് ലൈറ്റായിട്ട് ഉപ്പും മുളക് പൊടിയല്ലല്ലോ കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഞാനങ്ങ് വെക്കും. അതാണ് എനിക്കിഷ്ടം. അപ്പം അത് രണ്ടും എല്ലാം ചെയ്തിട്ട് ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാം കഴിച്ചൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് കിടന്നുറങ്ങി കേട്ടോ. ഇനി അടുത്തത് വരാൻ പോകുന്നത് അടുത്ത ദിവസത്തെ വ്ളോഗാണ്. അടുത്ത ദിവസം ഞായറാഴ്ച ആയിട്ട് നമ്മൾ എങ്ങോട്ടാ പോകുന്നതെന്ന് വെച്ചാലേ, ഇവിടെ നമ്മൾ ഒർലാൻഡോയുടെ ഔട്ട്സ്കേർട്സിലാണ് താമസിക്കുന്നത്. പക്ഷെ ഒർലാൻഡോ ഡൗൺ ടൗണിൽ ഇതുപോലെ നമ്മുടെ ക്രിസ്മസ്, ന്യൂ ഇയറിൻ്റെ കുറേ ഡെക്കറേഷൻ ലൈറ്റിങ്സ് ഒക്കെ എപ്പോഴും എല്ലാ വർഷവും വെക്കാറുണ്ട്. അപ്പം കഴിഞ്ഞ വർഷവും നമ്മൾ പോയി കണ്ടായിരുന്നു. കഴിഞ്ഞ വർഷമാണല്ലോ നമ്മൾ ആദ്യം വന്നത്, അതുകൊണ്ട് അപ്പം നമ്മൾ പോയി കണ്ടായിരുന്നു. അപ്പോൾ ഇത്തവണ എന്തെങ്കിലും അതിൽ വ്യത്യാസമൊക്കെ വരുത്തും അങ്ങനെയൊക്കെ വിചാരിച്ച് നമ്മൾ പോവാണ് അവിടെ കാണാനായിട്ട്. അതൊരു എന്താ പറയുന്ന ഒരു വലിയൊരു ലേക്കുണ്ട്, ഇയോള ലേക്ക്. അതിൻ്റെ ആ ലേക്കിൻ്റെ എല്ലാം ചുറ്റിലുമായിട്ടാണ് ഈ ലൈറ്റിങ്സ് എല്ലാം കൊടുക്കുന്നത്. നല്ല രസമാണ് അത് കാണാൻ. അപ്പം കഴിഞ്ഞ തവണ എന്ന് പറയുമ്പോൾ ദേവ് കുറച്ചുകൂടെ ചെറുതായിരുന്നു, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊന്നും മനസ്സിലാകുന്ന ഇല്ലായിരുന്നു. അപ്പം ഇപ്പോൾ കുറച്ചുകൂടെ വലുതായതുകൊണ്ട് അവൾക്ക് കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അപ്പം നമ്മൾ അത് കാണാനായിട്ട് പോവാണ്. അപ്പം ഞങ്ങളെക്കാട്ടിൽ എക്സൈറ്റഡ് അവളാണ്. അങ്ങനെ നമ്മൾ അവിടെ ചെന്നു. രാത്രിയിലാണ് ഇറങ്ങിയത്, കാരണം ലൈറ്റിംഗ് ഒക്കെ തുടങ്ങണമെങ്കിൽ തന്നെ ഒരു 6:30 ഒക്കെ കഴിഞ്ഞിട്ടേ അവർ ഇത് തുടങ്ങുള്ളൂ. അപ്പം അതുകൊണ്ട് ആ സമയത്താണ് നമ്മൾ ഇറങ്ങുന്നതും. ഇവിടുന്ന് ഒരു 20 മിനിറ്റ് കഷ്ടിയേ ഉണ്ടാകത്തുള്ളൂ ഡൗൺ ടൗണിലോട്ട്. അങ്ങനെ നമ്മൾ ആ പാർക്കിലെത്തി. പാർക്കിൽ ദൂരെ ഫുള്ള് ലൈറ്റ് കാണുന്നുണ്ട്. ഇനി അവിടെ പോയിട്ട് എന്തൊക്കെയുണ്ടെന്ന് നോക്കണം. കഴിഞ്ഞ വർഷം നമ്മൾ വന്നായിരുന്നു, ഏതാണ്ട് അതൊക്കെ തന്നെ ആണെന്ന് തോന്നുന്നു. എന്തായാലും പോയി നോക്കാം. അപ്പം നമ്മൾ കയറി വന്നപ്പോൾ അവിടെ ഒത്തിരി കൂട്ടം ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇപ്പുറത്ത് കണ്ടോ ഒരു കൊച്ചു സാന്റാക്ലോസിനെ കണ്ടോ? നല്ല രസമില്ലേ കാണാൻ? നല്ല ലൈറ്റ് കണ്ടാൽ തിളങ്ങുന്നത് ആ ലൈറ്റിൽ നല്ല രസമുണ്ട്. അപ്പോൾ ഇവിടെ ആൾക്കാരെല്ലാം കൂടിയേക്കുന്നത് എന്താന്ന് വെച്ചാൽ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, അവിടെ സ്നോ കണ്ടോ അവിടെ വീഴുന്നത്? അത് ആർട്ടിഫിഷ്യൽ സ്നോ ആണ്. അപ്പം ഇത്ര ടൈമിംഗ് ഉണ്ട്, ഇത്ര 1 മണിക്കൂർ വിട്ട് അവരിങ്ങനെ സ്നോ വെക്കും. അപ്പോൾ ആ സമയത്ത് ഇവിടെ ഡാൻസും പാട്ടും ഒക്കെ വെച്ച് കുട്ടികളെല്ലാം വന്ന് കളിക്കും. അപ്പോൾ ആ ഒരു ആഘോഷത്തിന് വേണ്ടിയിട്ടാണ്. ഫ്ലോറിഡയിൽ പൊതുവെ സ്നോ ഇല്ല കേട്ടോ, നല്ല തണുപ്പാണ്, പക്ഷെ സ്നോ ഇല്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ആർട്ടിഫിഷ്യൽ സ്നോ ഒക്കെ കുട്ടികൾക്ക് ഭയങ്കര ഇതായിരിക്കും, അട്രാക്ഷൻ ആയിരിക്കും കേട്ടോ. അപ്പൊ ദേവു അത് കണ്ടിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ട് അത് പോയി കളിക്കുന്നുണ്ടായിരുന്നേ. ഇവിടെ ഭയങ്കര ഒച്ചത്തിൽ പാട്ട് വെച്ചേക്കാണ്. ഞാൻ എന്തൊക്കെയോ ബാക്കി പറയുന്നുണ്ട്, പക്ഷെ ഒന്നും കേൾക്കുന്നില്ലായിരുന്നു ഇവിടുത്തെ പാട്ട് കാരണം. അതുകൊണ്ട് ഞാൻ ഇത് വോയിസ് ഓവർ ചെയ്തേക്കുന്നത്. അപ്പൊ കണ്ടു. ഓക്കെ. ദേവുട്ടി, ഇതാരാ ഇത്? ദേവു എങ്ങും നിക്കുന്നില്ലായിരുന്നു കേട്ടോ, ഭയങ്കര ഓട്ടത്തോടായിരുന്നു. കുട്ടികൾക്ക് ഇങ്ങനെ നടക്കാൻ സ്ഥലം കിട്ടിയാൽ പിന്നെ ഓട്ടായിരിക്കല്ലോ, അതായിരുന്നു അവസ്ഥ. ഒരു ഫോട്ടോ എടുക്കാൻ തന്നെ ഭയങ്കര പാടായിരുന്നു, അവള് നിക്കത്തില്ലായിരുന്നു. പിന്നെ അവസാനം ഞാൻ എൻ്റെ ഫോട്ടോ എടുക്കുമായിരുന്നു, അവസാനം അവളെ നിക്കാത്തത് കൊണ്ട്. ലൈറ്റ് ട്രീ ഉണ്ടോ?
നോക്ക്. എന്ത് ബാബാ പോ. പോക്കറ്റ് കയ്യില്. അയ്യോ പോക്കറ്റ് ഇല്ല. എന്നാ വേണ്ട, ചിപ്സാ അത്. ഇല്ല അതിനില്ല. അതാരാ ദേവി? അങ്ങനെ കുറേ നടന്നു കഴിഞ്ഞ് അവസാനം നമ്മൾ എത്തിയത് ക്രിസ്മസ് ട്രീയുടെ അവിടെയാണ്. അവിടെ ആണെങ്കിൽ ലൈറ്റ് ഷോ ഉണ്ട് ഓരോ മണിക്കൂർ ഇടവിട്ടും. 6:45, 7:45, 8:45, 9:45 അങ്ങനെ ടൈമിങ്ങിലായിരിക്കും. അപ്പം നമ്മളിപ്പോൾ വന്നപ്പോൾ 8:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞാലേ ലൈറ്റ് ഷോ തുടങ്ങത്തുള്ളേ. അപ്പോൾ നമ്മൾ അവിടെ ഇരുന്ന് ജസ്റ്റ് ചിപ്സ് ഒക്കെ കഴിച്ചുകൊണ്ടൊക്കെ ഇരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ലൈറ്റ് ഷോ തുടങ്ങിയിട്ടോ. അത് നല്ല രസമായിരുന്നേ. അത് കണ്ടു നോക്കാമേ. ആരാടാ അത്? ഇനി നമ്മൾ ഇറങ്ങാൻ പോവാണ്. വാ. ദേവ് എവിടെ പോവാടാ? ബോംബ്. യോ ബോംബ്. ദേവട്ടി എന്ത് ബോംബിനകത്ത് കയറിയോ? ബോംബിനകത്താണോ ദേവട്ടി? പൊക്കോ, നടന്നോ. ഇത് അടിപൊളിയാണ്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് അവസാനം നമ്മൾ ഇവിടുത്തെ ക്രിസ്മസ് മാർക്കറ്റിൽ എത്തിയിട്ടോ. അപ്പോൾ ഇവിടുത്തെ ക്രിസ്മസിൻ്റെ ഡെക്കോർ ഐറ്റംസും വളയും മാലയും അങ്ങനെ ഫാൻസി ഐറ്റംസും സുവനിയറും ഡ്രസ്സും എല്ലാം ഉണ്ടായിരുന്നു. കുറച്ച് സ്ഥലത്തെ ഉള്ളായിരുന്നെങ്കിലും കുറേ സാധനങ്ങളുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഫുഡ് ട്രക്ക് എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഈ ഒരു വീക്കെൻഡ് അങ്ങനെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വ്ളോഗ് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത വ്ളോഗിൽ ഇനി കാണാം കേട്ടോ. താങ്ക് യു.